അതിന് കടലാസ് കൊണ്ട് എന്തൊക്കെ നിർമ്മിക്കാൻ പറ്റും? ഒരുപാട് കൗതുക വസ്തുക്കൾ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ചെങ്ങളായി സ്വദേശി ജുനൈദ ഷാഹിദി ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. ജുനൈദ കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് കൗതുകത്തോടെ നോക്കി പോകും, അത്ഭുതപ്പെട്ടു പോകും. എന്തായാലും എന്താണെന്ന് നമുക്ക് കാണാം അല്ലേ? എൻ്റെ പേര് ജുനൈദ എന്നാണ്. ശ്രീകണ്ഠാരം പബ്ലിക് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത് ടീച്ചറായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് പിള്ളേരുടെ ഉടുപ്പും ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോഴേ ഹെയർ ബാൻഡ് അതിൻ്റെ എല്ലാം നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കുമ്പം കിട്ടാൻ സാധ്യത കുറവാണ്. അതേ മാച്ചായതൊക്കെ കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ട് ഞാൻ തന്നെ അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അപ്പം അതിലൊരു വിജയം കണ്ടു. പിന്നെ അത് ഇട്ട് വെക്കാനൊരു പാത്രം വേണമെന്നാണ് ആദ്യം ഒരു ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറിനെ കൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഇത്. ഇതാണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റിൽ ഒരു പ്രേരണ ഉണ്ടായത്. പിന്നെ എല്ലാവരും കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. പിന്നെ അതിലേക്ക് ഞാൻ തിരിഞ്ഞു. ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ന്യൂസ് പേപ്പർ ഇതായിട്ട് റോൾ ചെയ്തെടുത്തു. ഒരു പേനയുടെ റീഫില്ലർ എടുത്തിട്ട് ഇതേപോലെ റോളാക്കി എടുക്കും. റോളാക്കി എടുത്തതിന് ശേഷം ഇത് ചെയ്ത് കാർഡ്ബോർഡിൻ്റെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കും. ഇങ്ങനെ മെടഞ്ഞ പോലെ ഇതായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ഇതേപോലെ ഷേപ്പ് ചെയ്താക്കി എടുക്കും. പിന്നെ ഇത് വരുന്നത് ഹെയർ ബാൻഡ്. ഇത് കുട്ടികളുടെ ഉടുപ്പ് ബാക്കി വരുന്ന രീതിയിൽ വരുമ്പോൾ ആ സംഭവത്തിനെ കൊണ്ടുണ്ടാക്കുന്ന ഇത്. പിന്നെ ബാഗ്, ഇത് ജീൻസിൻ്റെ പഴയ ജീൻസാണ്, അതിനെ കൊണ്ടുണ്ടാക്കിയതാണ് ഇത്. പിന്നെ ന്യൂസ് പേപ്പർ, ഇതൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്തത്. പിന്നെ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷമ വേണം. പിന്നെ നമുക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാന്നുള്ളൊരു മനസ്സിൻ്റെ ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ പ്രചോദനം തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമായിട്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ. പിന്നെ സ്കൂളിലെ സ്റ്റാഫ്, മാനേജ്മെൻറ്റ്, സ്റ്റുഡൻസ് എല്ലാവരും താല്പര്യം പറഞ്ഞു.